അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ പുതിയ നാഷണൽ ഹൈവേ കൂടെ പോണേ. നല്ല റോഡാണ്, കുറച്ച് ദൂരം ഉള്ളൂ, എന്നാലും കൊള്ളാം. നല്ല റോഡാണ്. പുതിയ കേന്ദ്രം ഭരണത്തിന്റെ ഒരു ഗുണമായിട്ടാണ് ഇത് കാണുന്നത്. കൊള്ളാം. നമ്മൾ നല്ല സ്പീഡിൽ പോവാം, ട്രാഫിക്കും കുറവാ, പെട്ടെന്ന് എത്താം നമുക്ക് പോണത്. അപ്പോൾ ഇത് നാഷണൽ ഹൈവേ 66, നാഷണൽ ഹൈവേ 66 നമ്മൾക്ക് പോണത്. നല്ല ഹൈവേ ആണിത്, പെട്ടെന്ന് എത്തും. ഇപ്പോഴത്തെ ടൈമിങ്, ഇപ്പോഴത്തെ അവസ്ഥയും വെച്ചിട്ട് സുഖമായിട്ട് എത്തുന്ന ഒരു ഇതാണ്. പെട്ടെന്ന് എത്താൻ ട്രാഫിക് ബ്ലോക്കും എല്ലാം കുറവാ. കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ അവിടെ ഇനി ടോൾ പ്ലാസയൊക്കെ വരും. മാക്സിമം ഇതിൽ കൂടെ യൂസ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ ടൗൺ പ്ലാസ 2-3 ഈ നാഷണൽ ഹൈവേയിൽ 2 ടോൾ പ്ലാസ വരുന്നതാണ്. അപ്പോൾ ഈ നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്നത് എടപ്പള്ളി ടു മുംബൈ വരെയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും പണി കഴിഞ്ഞിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളിലും മാത്രം പണി കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി നോക്കിയപ്പോൾ വോയിസ് ഓവർ എന്താണ്, തിരിച്ചു വരുന്ന വഴി നോക്കിയപ്പോൾ കോഴിക്കോട് ടു കോഴിക്കോട് ടു കുറ്റിപ്പുറം വരെ 1.5 hours നമുക്ക് എത്താൻ പറ്റും. പെട്ടെന്ന് എത്താം, 1 മണിക്കൂർ ധാരാളം. കോഴിക്കോട് ടു കുറ്റിപ്പുറം വരെയുള്ള റോഡ് ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കി റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറ്റിപ്പുറം വരെ 1 മണിക്കൂർ മതി. 1 മണിക്കൂർ ധാരാളമാണ് നമുക്ക് കുറ്റിപ്പുറം വരെ എത്താൻ. ഇപ്പോൾ റോഡിൽ മിനിമം നമുക്ക് 50-ലൊക്കെ പോവാം. ഈ കാണുന്ന നാഷണൽ ഹൈവേ 66 മിനിമം 50-ൽ പോവാം. നമ്മളിന്നൊരു ട്രിപ്പാണ് പോണേ. ഓരോ സ്ഥലത്ത് അതിനനുസരിച്ച് ബോർഡുണ്ട്. തൃശ്ശൂർ ടു കോഴിക്കോട്. ആദ്യമായി അവർക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും, പെട്ടെന്ന് മനസ്സിലാവും. ഓരോ സ്ഥലത്ത് ബോർഡൊക്കെ വെച്ചിട്ട് കറക്റ്റ് പറ്റിയ പോവും. ഇപ്പോൾ പോയോണ്ടിരിക്കുന്ന റോഡിൽ 80 km/h കാണിക്കുന്നത്. സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട്. എന്നൊക്കെ കോഴിക്കോട്ടേക്ക് പോണേ. പോകാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെ വരും. അതും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കുറേ നേരം പോയി, പക്ഷെ കുറേ ദൂരം മൊത്തം ബ്ലോക്കായിരുന്നു. റോഡ് മൊത്തം മോശമായിരുന്നു. കുറച്ചും കൂടി പോകുന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഈ റോഡിലോട്ട് കയറി, നാഷണൽ ഹൈവേയിലോട്ട് കയറിയപ്പോൾ സുഖസുന്ദരമായി പോവാം. ഇപ്പോൾ ഇനിയും ഒരു 10-20 കിലോമീറ്റർ ഇനിയും പോവാണ്ട് കോഴിക്കോട്ടേക്ക്. പോയി അവിടെ എത്തിയിട്ട് ബാക്കി നാളത്തെ വിശേഷങ്ങൾ നാളെ കാണാം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നിൽക്കുന്ന റോഡിൽ കാറുകളിലൊക്കെ സ്പീഡ് ലിമിറ്റ് ഒരു 50 ഇപ്പോൾ ഇവിടെ പറയുന്നത്. നൈറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മാക്സിമം ഒരു 70-75-ൽ പോവാം. പറയുന്നത് 50 ആണെങ്കിലും ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോവാൻ സുഖമായിട്ട് പോവാം ഈ റോഡിൽ. ഇപ്പൊ ട്രാഫിക് ഇല്ല. ചില റോഡുകളിൽ സ്പീഡ് ലിമിറ്റ് 80 നല്ല റോഡൊക്കെ, അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ വലിയ കുഴപ്പമില്ല. നല്ലൊരു കുഴപ്പമില്ല, നല്ല സ്പീഡ് ലിമിറ്റിൽ. കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്പീഡ് എത്രയാന്ന്. നൈറ്റ് ഡ്രൈവ് ഇത്തിരി തണുപ്പാണ്, വയ്യാണ്ടാവും. അവിടെ ചെന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം മതിയേക്ക്. പിന്നെ വയ്യാണ്ടായി 5-6 മണിക്കൂർ ഇരിക്കണം അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ട്രാവലിങ് ഇഷ്ടമുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ അടുപ്പിച്ചിരിക്കുക, നിർത്താണ്ട പോവാന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യണവർക്കും പ്രശ്നമാണ്, ഇരിക്കണവർക്കും പ്രശ്നമാണ്. വല്ലാത്തൊരു പരിപാടിയാണ് ഇത്ര ദൂരം ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ. നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കണേ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നാളെ കോഴിക്കോട് കുറേ സ്ഥലങ്ങളുണ്ടാവും. ബീച്ച്,
കുറച്ച് സ്ഥലങ്ങളുടെ വിസിറ്റ് ഉണ്ടാവും, അതിന്റെ വീഡിയോസും വരും. അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, പറ്റാണ് ഞാൻ ചെയ്യും. അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കോഴിക്കോട് 23 കിലോമീറ്ററിന് പോകണം കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് സിറ്റി ആ ടൗണിലോട്ടാണ് 23. അവിടെ നിന്ന് വീട്ടിലോട്ട് ഇത്തിരി അധികം പോവാണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ പുതിയ നാഷണൽ ഹൈവേ കൂടെ പോണേ. നല്ല റോഡാണ്, കുറച്ച് ദൂരം ഉള്ളു, എന്നാലും കൊള്ളാം. നല്ല റോഡാണ്. പുതിയ കേന്ദ്രം ഭരണത്തിന്റെ ഒരു ഗുണമായിട്ടാണ് ഇത് കാണുന്നത്. കൊള്ളാം. ഇവിടെ നമ്മൾ നല്ല സ്പീഡിൽ പോവാം, ട്രാഫിക്കും കുറവാ, പെട്ടെന്ന് എത്താം.